യവം പുലിയാണ് കേട്ടാ. ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ പക്കാ ഫിസിക്സിന്റെ പുതിയ സീരീസ് ആണ് എന്നു പറയുന്നത്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ സീരീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ആ ഒരു സീരീസിന്റെ ഫസ്റ്റ് വീഡിയോയിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മുടെ SSLC ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളുടെ പ്രശ്നം എന്ന് പറഞ്ഞു വെച്ചാൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും അത് ആൻസർ ചെയ്യാനും പലരും വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. സോ ആ ഒരു പ്രശ്നത്തിലുള്ള സൊല്യൂഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾ കാണാൻ സാധ്യതയുള്ള മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാ ന്യൂമറിക്കൽസും, എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഗംഭീരമായി തന്നെ പഠിക്കാൻ പോവാണ്. എല്ലാവരും തയ്യാറാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ തുടങ്ങാം. സോ ആദ്യം എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ എല്ലാവരും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. സോ ആദ്യം എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതുമായി റിലേറ്റ് ചെയ്ത ഫോമുല കൂടി ഞാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫോമുലാസിന് സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ഇട്ടതാണ്. സോ ഇതിനകത്ത് കംപ്ലീറ്റ്ലി ന്യൂമറിക്കൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ അതിൽ ഏത് രീതിയിലുള്ള ഫോമുല എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന കാര്യം ഞാൻ എന്തായാലും പറഞ്ഞു തരാം. സോ ചോദ്യം മലയാളത്തിലും ഇംഗ്ലീഷും നിങ്ങൾക്ക് ചോദ്യം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. If 1 joule of work is done to move 1 coulomb of charge from one point to another, what will be the potential difference between these points? ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലോട്ട് 1 കൂളംബ് ചാർജിനെ കൊണ്ടുപോകാൻ 1 ജൂൾ ഓഫ് വർക്ക് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ 2 പോയിന്റ്സിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. ആ ഫോർമുല എന്ന് പറഞ്ഞാൽ V = എന്താണ്? W/Q ആണ്. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. പഠിക്കേണ്ട ഫോർമുലയാണ്. വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യണം എന്നതിനെയാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുക. റൈറ്റ്. ഇനി നമുക്ക് ഗിവൺ ഡാറ്റാസ് ഒന്ന് എഴുതി വെക്കാം. എന്തൊക്കെയാണ് ഈ ചോദ്യത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ? വർക്ക് ഇവിടെ നൽകിയിട്ട് നോക്കണം. 1 joule ഓഫ് വർക്ക് ആണ് ഇവിടെ ചെയ്യുന്നത്. സോ ഗൈസ് വി നോ ദാറ്റ് വർക്ക് ഈക്വൽ ടു 1 joule. ചാർജ് നൽകിയിട്ട് നോക്ക്. Q എത്രയാണെന്ന് പറയടാ. Q ഈക്വൽ ടു ക്യാപിറ്റൽ Q ഓർ സ്മോൾ Q കൊടുക്കാം കേട്ടോ. ഇവിടെ സ്മോൾ Q കൊടുത്തോണ്ട് ഇവിടെയും സ്മോൾ Q തന്നെ കൊടുക്കാം. സോ സ്മോൾ Q എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 കൂളംബ് ഓഫ് ചാർജ് ആണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ Q ഈക്വൽ ടു എത്ര എഴുതാം? 1 കൂളംബ് എന്ന് എഴുതാം. സോ എങ്കിൽ പൊട്ടൻഷ്യൽ ഈക്വൽ ടു നോക്കടാ 1/1 എന്ന് വരും, വിച്ച് വിൽ ബി ഈക്വൽ ടു 1 വോൾട്ട്. സോ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1 വോൾട്ട് ആയിരിക്കും. കാര്യം മനസ്സിലായില്ലേ? വൃത്തിയായി മനസ്സിലായി. വോൾട്ട് എന്ന് എഴുതുന്നതിന് വരെ 1V എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. 1V എന്നാണ് കുറച്ചുകൂടി പ്രോപ്പർ. ഞാൻ നിങ്ങൾക്ക് യൂണിറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വോൾട്ട് എന്ന് എഴുതിയത്. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? ഈ പറയുന്ന ചോദ്യത്തിനകത്ത് വാല്യൂസ് മാറാം. എല്ലാം 1ന് പകരം പല പല വാല്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. സോ അതിനനുസരിച്ച് ഈ ചോദ്യം പ്രൊസീഡ് ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് ഈ ഫോർമുല നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിനകത്ത് വേണം. ഇതാണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നോട്ട് പോവുകയാണ്, ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം. ഇഫ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് ഇൻ എ സർക്യൂട്ട് ഈസ് ഡബിൾഡ്. ഇഫ് ദ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ത് ചെയ്തു? ഡബിൾ ആക്കി, ഇരട്ടിയാക്കി. ഇലക്ട്രിക് കറന്റിന്റെ ഇന്റൻസിറ്റി ഇരട്ടിയാക്കി എന്നാണ് പറയുന്നത്. ഹീറ്റ് എനർജിയിൽ എന്തു മാറ്റമാണ് സംഭവിക്കുക എന്നതാണ് ചോദ്യം. സോ ബാക്കിയുള്ള പാരാമീറ്റേഴ്സിൽ മാറ്റമില്ല. കറണ്ടിന്റെ ഇന്റൻസിറ്റി മാത്രം ഇരട്ടിയാക്കിയെങ്കിൽ ഹീറ്റ് എനർജിയിൽ എന്തു മാറ്റം സംഭവിക്കും? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ആ ഫോർമുല പഠിച്ച കാര്യമാണ്. എന്താണ് മക്കളെ? യെസ്, ജൂൾസ് ലോ പ്രകാരം H ഈക്വൽ ടു എന്താണ്? I²RT ആണ്. സോ ഇവിടെ അവർ പറയുന്നത് പ്രകാരം എന്താണ്? I അഥവാ ഇന്റൻസിറ്റി എന്താക്കി മാറ്റി? ഇന്റൻസിറ്റി ബിക്കം ഡബിൾഡ്. സോ 2I ആയിട്ട് മാറി. I എന്താക്കി മാറ്റി? 2I ആയിട്ട് മാറ്റി. സോ എന്ത് മാറ്റമായിരിക്കും വരിക? H ഈക്വൽ ടു 2I² ഇൻറ്റു RT എന്ന് വരും. സോ H ഈക്വൽ നോക്കടാ 4I²RT എന്ന് വരും. നമുക്കറിയാം I²RT എന്ന് പറഞ്ഞാൽ H അല്ലേ? സോ ഇത് പുതിയ ഹീറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. H' എന്ന് കൊടുക്കാം. സോ H' ഈക്വൽ ടു നോക്കടാ 4H എന്ന് വരും. ശരിയല്ലേ മക്കളെ? കാരണം എന്തുകൊണ്ടാണ് 4H വന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പറയുന്ന I²RT എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വലന്റ് ആണ്? അത് Hന് ഇക്വലന്റ് ആണ്. സോ 4H എന്ന് വരും. സോ ഇന്റൻസിറ്റി ഇരട്ടിയാക്കി കഴിഞ്ഞു വെച്ചാൽ ഹീറ്റ് എന്തായിട്ട് മാറും? 4 ഇരട്ടി ആയിട്ട് മാറും. ഹീറ്റ് ഡെവലപ്ഡ് വിൽ ബി 4 ടൈംസ്. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? 2 മാർക്കിന് പരീക്ഷയിൽ ചോദിക്കാവുന്ന ചോദ്യമാണ്, ചോദിച്ച ചോദ്യമാണ് കേട്ടോ. സോ അടുത്തതിലൂടെ നടക്കുന്നു, ശ്രദ്ധിക്കടാ. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഈ പറയുന്ന സർക്യൂട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സോ എന്തൊക്കെയാണ് സർക്യൂട്ടിൽ കാണാൻ പറ്റുന്നത്? സോ ആദ്യത്തെ സർക്യൂട്ടിൽ 6 ഓം 2 6 ഓം റെസിസ്റ്റേഴ്സ് പാരലലി കണക്ട് ചെയ്തിരിക്കുന്നു, സമാന്തരമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ 2 6 ഓം റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് അഥവാ ശ്രേണി രൂപത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടിലും കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് ആണ്. ചോദ്യം എന്താണ് നോക്കാം. കാൽക്കുലേറ്റ് ദ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് ഓഫ് സർക്യൂട്ട് എ ആൻഡ് ബി. എ ബി എന്ന് പറയുന്ന 2 സർക്യൂട്ടിലുമുള്ള റിസൾട്ടന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. സോ സർക്യൂട്ട് ഒന്ന് പ്രോപ്പർലി നിങ്ങൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം, അല്ലാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല.
സോ ആദ്യം എ എന്ന് പറയുന്ന സർക്യൂട്ട് നമുക്ക് എടുക്കാം. എ എന്ന് പറയുന്ന സർക്യൂട്ടിലുള്ള റിസൾട്ടന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാലോ. രണ്ടും എങ്ങനെയാണ്? പാരലലി ആണ് കണക്ട് ചെയ്തത്. നമുക്കറിയാം R ഈക്വൽ ടു എന്താണ്? പാരലൽ കോമ്പിനേഷനിലുള്ള റെസിസ്റ്റൻസ് R ഈക്വൽ ടു എന്താ മക്കളെ? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. R ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളും നമുക്കറിയാം. ഇവിടെ R1 എത്രയാണ്? അത് 6 ആണ്. സോ 6 into 6 ഡിവൈഡഡ് ബൈ 6 plus 6 എന്ന് വരും, ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും, ഈക്വൽ ടു എത്ര കിട്ടി? 3 ohm എന്ന് കിട്ടി. സോ ആദ്യത്തെ സർക്യൂട്ടിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 3 ohm എന്ന് കിട്ടി. രണ്ടാമത്തെ സർക്യൂട്ട് വളരെ എളുപ്പമാണ്, കാരണം സീരീസ് ആണ്. സോ R1 പ്ലസ് R2 ആണ്. സോ 6 plus 6 എത്ര വരും? 12 ohm എന്ന് കിട്ടും. സോ സെക്കൻഡ് സർക്യൂട്ടിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? 12 ohm എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ഇലക്ട്രിക് കറണ്ട് ഇൻ ദ സർക്യൂട്ട് എ. എ എന്ന് പറയുന്ന സർക്യൂട്ടിലുള്ള ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കുക. അതും നമുക്ക് നിസ്സാരമായി കണ്ടുപിടിക്കാമെന്ന് ശ്രദ്ധിച്ചേടാം. ബി ക്വസ്റ്റ്യൻ വളരെ വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? I ഈക്വൽ ടു V/R ആണ്. സോ എ എന്ന് പറയുന്ന സർക്യൂട്ടിലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ടിലും തുല്യമാണ്, 12 തന്നെയാണ്. R എത്രയാണ്? ആദ്യത്തെ സർക്യൂട്ടിൽ എത്രയാണ്? 3 ആണ്. സോ 12/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആംപിയർ എന്ന് കിട്ടും. സോ കറണ്ട് വിൽ ബി ഈക്വൽ ടു 4 ആംപിയർ. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലല്ലോ. അടുത്ത ചോദ്യം നോക്കണം. കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ സർക്യൂട്ട് ബി ഇഫ് ദ കറണ്ട് ഫോർ 30 മിനിറ്റ്. ഹീറ്റ് എനർജി ആണ് കണ്ടുപിടിക്കുന്നത് സർക്യൂട്ട് ബി. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ സർക്യൂട്ടിലൂടെ എന്ത് ഫ്ലോ ചെയ്യുവാണ്? രണ്ടാമത്തെ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ഹീറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് 30 മിനിറ്റ് സമയത്തോട്ട് ഫ്ലോ ചെയ്താൽ എത്രത്തോളം ഹീറ്റ് ആണ് ഡെവലപ്പ് ചെയ്യുക എന്നാണ് ചോദ്യം. നിസ്സാരമായി തന്നെ ചെയ്യാം. നമുക്ക് നോക്കണം. H ഈക്വൽ ടു, ഇവിടെ നമുക്ക് കറണ്ടിനെ പറ്റി ധാരണയില്ല. സെക്കൻഡ് സർക്യൂട്ടിൽ, ആദ്യത്തെ സർക്യൂട്ടിലാണ് 4 ആംപിയർ. ഇനിയിപ്പോൾ കറണ്ട് കണ്ടുപിടിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അതിലോട്ട് കടക്കേണ്ട ആവശ്യമില്ല. V²/R × T വെച്ച് ചെയ്യാം. വോൾട്ടേജ് നമുക്കറിയാം 12 ആണ്. സോ 12 into 12 ഡിവൈഡ് ബൈ R എത്രയാണ്? സെക്കൻഡ് സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് എത്രയാണ്? അത് 12 തന്നെയാണ്. പിന്നെ സമയം 30 മിനിറ്റ് എന്നാണ് പറയുന്നത്. അതിന് സെക്കൻഡിലോട്ട് ആക്കാൻ എന്താ ചെയ്യുക? 30 into 60 ചെയ്താൽ മതി. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. സോ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 into 60 ചെയ്താൽ മതി. റൈറ്റ്? ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? സോ 12 വെട്ടിക്കളയാം. ബാക്കി എന്താ ഉള്ളത്? യെസ്. സോ H ഈക്വൽ ടു, ശ്രദ്ധിക്കുക, H ഈക്വൽ ടു 12 into എത്ര വരും? 1800 എന്ന് വരും. ശരി, 12 into 1800 എത്രയാ മക്കളെ? 12 into 1800 ഈക്വൽ ടു 21600. സോ 21600 ജൂൾ. സോ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എത്രയാണ്? 21600 ജൂൾ ആയിരിക്കും. കാര്യം മനസ്സിലായി? വൃത്തിയായിട്ട് മനസ്സിലായോ? സോ എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാതെ ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ? സോ ഇത്തരം ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായി തന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അതിന് ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, ഏത് ഫോർമുലയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക, പ്രൊസീഡ് ചെയ്യുക. റൈറ്റ്? സോ അടുത്തതിലൂടെ കിടക്കണം മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 resistors 4 ohm, 6 ohm and 12 ohm are given to you. What is the highest resistance that can you get from all of them? അതായത് 4 ohm അതുപോലെ തന്നെ 6 ohm 12 ohm പ്രതിരോധങ്ങൾ നൽകിയിട്ടുണ്ട്. അവയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും കൂടിയ സഫല പ്രതിരോധം എത്രയാണ്? നമുക്കറിയാം എങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് റെസിസ്റ്റൻസ് കൂടുക? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് റെസിസ്റ്റൻസ് കൂടുക. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇക്വേഷൻ എഴുതാം? R ഈക്വൽ ടു, ശ്രദ്ധിക്കടാ, R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. സോ R ഈക്വൽ ടു R1 എത്രയാണ്? 4 ആണ്, മറ്റേ 6 ആണ്, അതുപോലെ തന്നെ 12 ആണ്. സോ R ഈക്വൽ ടു 10 + 12 എത്രയാണ്? 22 ohm ആണ്. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടി? 22 ohm. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് ഇവയെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അടുത്തത് 6ഉം 12ഉം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറഞ്ഞ സഫല പ്രതിരോധം എത്രയാണ്? കുറഞ്ഞതാണ് നോക്കടാ. വാട്ട് ഈസ് ദ ലോവസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് ക്യാൻ യു ഒബ്റ്റൈൻഡ് ഫ്രം 6 ohm and 12 ohm? ലോവസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ അവയെ എങ്ങനെ കണക്ട് ചെയ്യണം? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. സോ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കടാ. R ഈക്വൽ ടു നോക്കണം, R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ്. R1 എത്രയാണ്? 6 ആണ്. R2 എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ 6 + 12 എന്ന് വരും. 6 into 12 എത്രയാണ്? 60ഉം 72. റൈറ്റ്? ശരിയല്ലേ? സോ 72 ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. 72 ഡിവൈഡ് ബൈ 18, 18 36. സോ 4 തവണ. റൈറ്റ്? യെസ്. സോ ആൻസർ എത്ര കിട്ടി? 4 ohm എന്ന് കിട്ടി. ആൻസർ ഈസ് 4 ohm. ശരിയല്ലേ? 72 ബൈ 18 ഒന്നുകൂടി ചെയ്ത് നോക്കണം. 72 ഡിവൈഡ് ബൈ 18 കറക്റ്റ് ആണ്. 4 ohm എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? സോ ഈ ചോദ്യം വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, സംശയമില്ല എന്ന് വിചാരിക്കുന്നു. അടുത്തു, ഹീറ്റിംഗ് അപ്ലയൻസ് ഓഫ് പവർ 920 watt വർക്ക്സ് ഫോർ 230 volt. അപ്പൊ പവറും നമുക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ട്? പവർ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക, പവർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വോൾട്ടേജ് തന്നിട്ടുണ്ട്.
വാട്ട് വിൽ ബി ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്? കറണ്ട് എത്രയാണ് എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നോക്കടാ, പവർ ഈക്വൽ ടു VI ആണ്. സോ I ഈക്വൽ ടു എന്ത് എഴുതാം? P/V എന്ന് എഴുതാം. സോ പവർ എത്രയാണ്? 920 ഡിവൈഡഡ് ബൈ 230. നോക്കടാ, 0 ഒക്കെ നമുക്ക് വെട്ടിക്കളയാവുന്നതാണ്. സോ 92/23 എത്രയാണ്? ഐ തിങ്ക് 4. 92 ഡിവൈഡഡ് ബൈ 23. യെസ്, 4. സമയങ്ങൾ എന്താ വേഗം കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ I ഈക്വൽ എത്ര കിട്ടി? 4 ആംപിയർ എന്ന് കിട്ടി. റൈറ്റ്, ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എങ്ങനെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും? അത് വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വഴി വളരെ എളുപ്പമാണ്. കാരണം നമ്മുടെ കയ്യിൽ പവർ ഒക്കെ തന്നിട്ടുണ്ട്. സോ പവർ ഈക്വൽ എന്താണ്? V²/R ആണ്. സോ R ഈക്വൽ ടു V²/P എന്ന് വരും. സോ വോൾട്ടേജ് എത്രയാണെന്ന് അവർ പറയുന്നുണ്ട്? വോൾട്ടേജ് 230 ആണെന്ന് പറയുന്നുണ്ട്. സോ 230 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ പവർ എത്രയാണ്? 100 അല്ലേ? പവർ 100 ആണ്. റൈറ്റ്, സോറി, പവർ 920 ആണ്, 100 അല്ല, 920 ആണ്. സോ 920. സോ 230 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 920 എത്ര? 230 ഹോൾ സ്ക്വയർ, 230 ഇൻറ്റു 230. സോ 52,900. 52,900 ഡിവൈഡഡ് ബൈ 920 എന്ന് വരും. ഡിവൈഡഡ് ബൈ 920. സോ ആൻസർ 57.5. സോ R ഈക്വൽ ടു 57.5 ഓം എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, അതുകൊണ്ട് ഞാൻ കാൽക്കുലേറ്റർ ഇട്ട് ചെയ്തത്. നിങ്ങൾ നമുക്ക് പ്രോപ്പർലി ചെയ്യുന്ന സമയത്ത് സമയം പോകും, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ ക്രിസ്പ് ആക്കാൻ വേണ്ടി തന്നെയാണ്. സോ ഒന്നുമില്ലടാ, കയ്യിൽ മൊബൈൽ മാത്രമേ ഉള്ളൂ, അതിനകത്ത് കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യുവാണ്, വേറെ ഒന്നുമില്ല. സോ കൺസെപ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. ഓരോ ചോദ്യങ്ങളും എങ്ങനെ പ്രൊസീഡ് ചെയ്യാം മനസ്സിലായി നിങ്ങൾക്ക് വിചാരിക്കുന്നു. റൈറ്റ്, അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. അടുത്ത ചോദ്യം, നെക്സ്റ്റ് വൺ. ആൻ ഇൻകാൻഡിസൻ ലാമ്പ് ബിയേഴ്സ് എ മാർക്കിംഗ് ഓഫ് 200 വോൾട്ട് ആൻഡ് 100 വാട്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ട്? വോൾട്ടേജ് നൽകിയിട്ടുണ്ട്, പവർ നൽകിയിട്ടുണ്ട്. വാട്ട് ഡസ് 100 വാട്ട് ഇൻഡിക്കേറ്റ്? 100 വാട്ട് എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു സംശയം വേണ്ട, അത് എന്ത് തന്നെയാണ്? അത് പവർ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫിലമെന്റ്? കഴിഞ്ഞ ചോദ്യത്തിന്റെ ഡിറ്റോ ക്വസ്റ്റ്യൻ തന്നെ, ഒരു മാറ്റവുമില്ല. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, നിസ്സാരമാണ്, ഞാൻ പറഞ്ഞ കാര്യമാണ്. P ഈക്വൽ ടു V²/R ആണ്. സോ R ഈക്വൽ ടു V²/P എന്ന് വരും. വോൾട്ടേജ് എത്രയാണ്? 200 ആണ്. സോ 200 ഇൻറ്റു 200 ഡിവൈഡ് ബൈ പവർ എത്രയാണ്? 100 ആണ്. സോ വെട്ടിക്കളയാം, 2 തവണ. സോ 2 ഇൻറ്റു 200 എത്ര വരും? 400 ഓം എന്ന് വരും. സോ റെസിസ്റ്റൻസ് വിൽ ബി 400 ഓം. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? സിമ്പിൾ ആയി തന്നെ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലൂടെ കിടക്കുന്നു, ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് കിടക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ, നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ അഥവാ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ നിന്ന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. എപ്പോഴും കൺസെപ്റ്റ് ഓറിയന്റഡോ ഡയഗ്രാമാറ്റിക്കലോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ പ്രതീക്ഷിച്ചാൽ മതി. സോ അടുത്തെന്ന് വെച്ചാൽ EMI എന്നുള്ള ചോദ്യമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. സോ ട്രാൻസ്ഫോമർ ഓറിയന്റഡ് ആയ ചോദ്യം. സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ ഹാസ് ഡബിൾ ദ ടേൺസ് ദാൻ ദ പ്രൈമറി കോയിൽ. സെക്കൻഡറി കോയിലുള്ള, അതായത് NS വിൽ ബി ഈക്വൽ ടു 2 ടൈംസ് ഓഫ് NP എന്ന് പറയുന്നുണ്ട്. അടുത്ത, if the voltage applied to the primary coil is 25 volt, VP equal to 25 volt ആണെന്ന് പറയുന്നുണ്ട്. കണ്ടുപിടിക്കുന്നത് എന്താണ്? വാട്ട് വിൽ ദ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി കോയിൽ? സോ VS ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? സോ അതിൽ നിന്ന് ആദ്യം ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാം. NS/NP എത്രയാണ്? അത് 2 ആയിരിക്കും, ശരിയല്ലേ? NS ഈക്വൽ ടു 2 ഇൻറ്റു NP ആണെങ്കിൽ NS/NP എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇനി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഒന്ന് ശ്രദ്ധിക്കടാ മക്കളെ. അതായത് യെസ്, NS/NP ഈക്വൽ ടു നോക്കടാ VS/VP ആണ്. Therefore VS ഈക്വൽ ടു NS/NP ഇൻറ്റു എന്ത് എഴുതാം? VP എന്ന് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ VS ഈക്വൽ ടു NS/NP എത്രയാണ്? NS/NP എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2 ഇൻറ്റു VP എത്രയാണ് മക്കളെ? 25 ആണ്. സോ VS ഈക്വൽ എത്ര വരും? 50 വോൾട്ട് എന്ന് വരും. സോ VS വിൽ ബി ഈക്വൽ ടു 50 വോൾട്ട്. ക്ലിയർ അല്ല? കാര്യം വെടുപ്പായി മനസ്സിലായില്ലേ? സംശയമില്ലാലോടാ. അടുത്തതിലോട്ട് കിടക്കാം, ശ്രദ്ധിക്കണം. എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ 240 വോൾട്ട് AC വിത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് 5 വോൾട്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് അവർ പറയുന്നുണ്ട്? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ ഔട്ട്പുട്ട് പവർ ഈസ് 10 വാട്ട് ഈസ് ഡിസൈൻഡ്. ഔട്ട്പുട്ട് പവർ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഇത് ഏത് ട്രാൻസ്ഫോമർ ആണെന്ന് ആദ്യം സിംപ്ലി തന്നെ മനസ്സിലാക്കാൻ പറ്റും. നോക്കണം, 240 വോൾട്ട് എത്ര വോൾട്ടായി കുറയുന്നു? 5 വോൾട്ട് ആയിട്ട് കുറയുന്നു. സോ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അത് ചോദ്യത്തിൽ തന്നെ പറയുന്നത്, എന്നാലും കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മളത് വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണ്. 240 വോൾട്ടേജ് കൊടുത്തിട്ട് അത് 5 വോൾട്ടായി കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ ആണ്. സോ ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, നോ ഡൗട്ട്. ഇൻ വിച്ച് കോയിൽ ഓഫ് ദ ട്രാൻസ്ഫോമർ തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ്? ഏത് കോയിലായിരിക്കും തിക്ക് വയേഴ്സ് യൂസ് ചെയ്യുക? യെസ്, ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ തിക്ക് വയേഴ്സ് യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? അത് സെക്കൻഡറി കോയിലായിരിക്കും. എവിടെയാണ്? യെസ്,
സെക്കൻഡറി കോയിലായിരിക്കും തിക്ക് വയേഴ്സ് യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. അടുത്ത കാര്യം നോക്കടാ. ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ പ്രൈമറി ഈസ് 4800, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സെക്കൻഡറി? സിമ്പിൾ ആയി തന്നെ കണ്ടുപിടിക്കാം, കാരണം എല്ലാ പാരാമീറ്റേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ഒന്ന് എടുത്ത് എഴുതി തരാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. പ്രൈമറി വോൾട്ടേജ് 240 വോൾട്ട് ആണ്, സെക്കൻഡറി വോൾട്ടേജ് 5 വോൾട്ട് ആണ്. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ പ്രൈമറി NP എത്രയാണെന്നാണ് പറയുന്നത്? 4800. NS ആണ് കണ്ടുപിടിക്കുന്നത്. സിമ്പിൾ ആയി തന്നെ കണ്ടുപിടിക്കാമല്ലോ, ഒരു സംശയത്തിനും ഇടയില്ല, നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കാം. നമുക്കറിയാം NS വിൽ ബി ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ VP ഇൻറ്റു NP എന്ന് എഴുതാം. സോ NS വിൽ ബി ഈക്വൽ ടു VS എത്രയാണ്? VS എന്ന് പറഞ്ഞു വെച്ചാൽ 5 ആണ്. സോ 5 ഡിവൈഡഡ് ബൈ VP എത്രയാടാ? 240 ഇൻറ്റു NP എത്രയാണ്? നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി എത്രയാണ്? 4800. റെഡി? 0 വെട്ടിക്കളഞ്ഞു. 24 48 2 തവണ. സോ 20 ഇൻറ്റു 5 എത്രയാണ്? 100. സോ ആൻസർ ഈസ് 100 ടേൺസ്. സോ ഉത്തരം എത്രയായിരിക്കും? 100 ടേൺ ആണ് സെക്കൻഡറി കോയിൽ ഉണ്ടാവുക. കാര്യം വ്യക്തവും കൃത്യവുമായി മനസ്സിലാവും, ഒരു തരി സംശയമില്ലാലോടാ. അടുത്തതിലൂടെ കിടക്കാം. സോ അതിന്റെ മലയാളം ഇവിടെ തന്നിട്ടുണ്ട്. സോ അടുത്തതിലൂടെ കിടക്കുന്നു. എ ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനി ലോസ് ഓഫ് പവർ ഹാസ് 500 ടേൺസ് ഓൺ ദ പ്രൈമറി. പ്രൈമറിയിൽ എത്ര ടേൺസ് ഉണ്ട്? 5000 ടേൺസ് ഉണ്ട്. ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് 240 വോൾട്ട് ആൻഡ് 24 വോൾട്ട് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. യെസ്. സോ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 240 ആണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 24 വോൾട്ട് ആണ്. ഇഫ് ദ കറണ്ട് ഇൻ ദ പ്രൈമറി ഈസ് 0.4 ആംപിയർ. കുറെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്, നമുക്ക് എല്ലാം ഒന്ന് എടുത്ത് എഴുതി നോക്കാം, അപ്പോൾ ആ കാര്യം കുറച്ചുകൂടി വ്യക്തത വരത്തുള്ളൂ. സോ a transformer without any power loss has 500 turns in the primary. So NP equal എത്രയാണ്? 5000 ആണ്. The input voltage and output voltage are. So input voltage VP equal എത്രയാണ്? 240 വോൾട്ട് ആണ്. VS എത്രയാണ്? 24 വോൾട്ട് ആണ്. സോ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, 240 24 ആക്കി മാറ്റുന്ന ഏതാണ്? യെസ്, ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതെന്താണ്? അതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇഫ് ദ കറണ്ട് ഇൻ ദ പ്രൈമറി, പ്രൈമറിയിലുള്ള കറണ്ട് അഥവാ എന്താണ് അതിനെ പറയുക? യെസ്, IP എത്രയാണ്? 0.4 ആംപിയർ ആണ് പ്രൈമറിയിലുള്ള കറണ്ട് അഥവാ IP എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.4 ആംപിയർ ആണ്. അതും മനസ്സിൽ ഒന്ന് ഉറപ്പിച്ചു വെക്കുക, അതും നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സെക്കൻഡറി. സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് കണ്ടുപിടിക്കാം. സോ ആദ്യത്തെ 3 ഡാറ്റാസ് മാത്രം നമുക്കതിന് മതിയാവും, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. എങ്ങനെ കണ്ടുപിടിക്കാം? സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് അല്ലേ? സോ NS ആണ്. സോ NS ഈക്വൽ ടു VS ബൈ VP ഇൻറ്റു എന്ത് എഴുതിയാൽ മതി? NP എഴുതിയാൽ മതി. സോ VS എത്രയാടാ? സെക്കൻഡറിയിൽ എത്ര? 24 ഡിവൈഡഡ് ബൈ 240 ഇൻറ്റു NP എത്രയാണ്? 5000. യെസ്, 5000. സോ ഇതൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും നോക്കടാ. 0 ക്യാൻസൽ ആയി, 24 ക്യാൻസൽ ആയി. സോ ആൻസർ എത്ര വരും? 500. സോ എന്ത് മനസ്സിലാക്കാം? NS നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എത്രയാണ്? 500 ആണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത്, കാൽക്കുലേറ്റ് ദ കറണ്ട് ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിലുള്ള കറണ്ട് കണ്ടുപിടിക്കാം. ഏത് വിധേന വേണമെങ്കിലും കറണ്ട് കണ്ടുപിടിക്കാം. വോൾട്ടേജും കറണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്യാം, നമ്പർ ഓഫ് ടേൺസും കറണ്ട് തമ്മിൽ റിലേറ്റ് ചെയ്യാം. ഞാനിവിടെ വോൾട്ടേജും കറണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്യട്ടെ. സോ VS ബൈ VP ഈക്വൽ എന്താണ്? IP ബൈ IS ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് IS ആണ്. സോ therefore IS വിൽ ബി ഈക്വൽ ടു എന്ത് വരും? IP ഇൻറ്റു VP ബൈ VS എന്ന് വരും. ശരിയല്ലേ? IS ഈക്വൽ ടു IP ഇൻറ്റു VP ബൈ VS എന്ന് വരും. സോ ശ്രദ്ധിക്കടാ, IS വിൽ ബി ഈക്വൽ ടു IP എത്രയാണ് മക്കളെ? IP എന്ന് പറഞ്ഞാൽ 0.4 ആണ്. ഇൻറ്റു VP എത്രയാണ്? പ്രൈമറിയിലുള്ള വോൾട്ടേജ് എത്രയാണ്? 240 ആണ്. സോ 240 ഡിവൈഡഡ് ബൈ VS എത്രയാണ്? 24 ആണ്. അറിയാലോടാ, ക്യാൻസൽ ചെയ്യാം. സോ ക്യാൻസൽ ചെയ്തു. സോ എത്ര വരും? 10 ഇൻറ്റു 0.4 എത്ര വരും? IS വിൽ ബി ഈക്വൽ ടു 4 ആംപിയർ. IS വിൽ ബി ഈക്വൽ ടു 4 ആംപിയർ. ക്ലിയർ അല്ലേ? കാര്യം നല്ല വെടുപ്പായി മനസ്സിലായില്ലേ? വ്യക്തമായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. ഇതിന്റെ മലയാളം ഇവിടെ തന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, 2 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ എ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് ഓഫ് 230 വോൾട്ട്. സോ കറണ്ട് നൽകിയിട്ടുണ്ട്. കറണ്ട് എത്രയാണ്? I ഈക്വൽ ടു 2 ആംപിയർ. അടുത്ത വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട്. ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് ഫോർ 5 മിനിറ്റ്. ചാർജ് എത്രയാണ്? 5 മിനിറ്റ് സമയത്തോട്ട് ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് എത്രയാണെന്നാണ് ചോദ്യം. നിസ്സാരമായി ചെയ്യാൻ പറ്റും, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. നമുക്കറിയാം കറണ്ട് ഈക്വൽ എന്താണ്? I ഈക്വൽ ടു Q ബൈ T. നമുക്കറിയാം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ് കറണ്ട് എന്ന് പറയുന്നത്. സോ ചാർജ് ഈക്വൽ എന്ത് എഴുതാം? കറണ്ട് ഇൻറ്റു ടൈം എഴുതാം. സോ ചാർജ് ഈക്വൽ ടു കറണ്ട് എത്രയാണ്? 2 ആംപിയർ ആണ്. 2 ഇൻറ്റു സമയം എത്രയാണ്? എത്ര സമയത്തോട്ട്? 5 മിനിറ്റ് ആണെന്ന് പറയും. സെക്കൻഡിലോട്ട് മാറ്റണം. സോ 5 ഇൻറ്റു 60. സോ ചാർജ് ഈക്വൽ നോക്കണം 10 ഇൻറ്റു 60 ഈക്വൽ ടു നോക്കണം 600 കൂളംബ് ചാർജ് ആണ് അവിടെ ഫ്ലോ ചെയ്യുക. അതാണ് ഈ ക്വസ്റ്റൻ ആൻസർ. എത്ര? 600 കൂളംബ്. അടുത്ത, വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ്? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നിസ്സാരമാണ് മക്കളെ, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ഒന്ന് ആലോചിച്ച്, ഓംസ് ലോ മാത്രം മതി. V ഈക്വൽ ടു എന്താണ്? IR ആണ്. സോ R ഈക്വൽ എന്ത് എഴുതാം? V ബൈ I എന്ന് എഴുതാം. വോൾട്ടേജ് എത്രയാണെന്ന് അവർ പറയുന്നുണ്ട്? 230 ആണ്.
സോ 230 ഡിവൈഡ് കറണ്ട് 2 ആംപിയർ അല്ലേ, സോ എത്ര 115 ഓം എന്ന് കിട്ടും. ശരിയല്ലേ, കറണ്ട് 2 ആംപിയർ അല്ലടാ, സോ 115 ഓം കിട്ടും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്ത കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ഹീറ്റിംഗ് ഡിവൈസ്. ഞാൻ പവർ ഇവിടെ തന്നെ കണ്ടുപിടിക്കട്ടെ. P = VI ആണ്. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. വോൾട്ടേജ് എത്രയാണ്, 230 ആണ്. കറണ്ട് 2 ആണ്. സോ പവർ = 460 വാട്ട്. പവർ = 460 വാട്ട്. അപ്പൊ എല്ലാം നമുക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റും. എന്തുമാത്രം മനസ്സിൽ മതി, ഓരോ ചോദ്യത്തിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഫോർമുലാസ് മാത്രം മതി. അതുപോലെ തന്നെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിനെ എല്ലാം സ്റ്റാൻഡേർഡ് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഉദാഹരണത്തിന് സമയം അവർ മിനിറ്റിൽ തന്നാലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഏതിലാണ്, സെക്കൻഡിലാണ്. സോ മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ വേണ്ടി × 60 ചെയ്യുക. സോ അത്തരം കൺവേർഷൻസ് കൂടി മനസ്സിൽ ഉറപ്പിക്കുക. അടുത്ത ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. റൈറ്റ്, യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അല്ല, അതിന് മുമ്പ് ഇനിയും ചോദ്യങ്ങളുണ്ട്. ഓക്കെ, മോർ ക്വസ്റ്റ്യൻസ്. കാരണം പടം ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ, ഡയഗ്രാം ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് ഡയഗ്രാം ഓറിയന്റഡ് ആയ ഒരു ചോദ്യത്തിലോട്ട് നമ്മൾ അടുത്ത് കിടക്കാൻ പോകുന്നത്. ഈ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്തൊക്കെയാണ് ചിത്രത്തിൽ എന്തൊക്കെ തന്നിരിക്കുന്നത്? ഇൻപുട്ട് വോൾട്ടേജ് തന്നെ നോക്കണം. സോ VP = എത്രയാണ്, 6 വോൾട്ട്. V നൽകിയിട്ടുണ്ടോ? ഇല്ല. NP = എത്രയാണ്, 50 ആണ്. NS = എത്രയാണ്, 100 ആണ്. ഇത്രയും കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. എന്താ ചോദ്യം? കാൽക്കുലേറ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. വി ഹാവ് ടു ഫൈൻഡ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. എല്ലാവർക്കും അറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ. VS = NS/NP എന്ത് എഴുതാം, VP എന്ന് എഴുതാം. NS എത്രയാണ്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡറി 100 ആണ്. സോ 100 / 50 × VP എത്രയാണ്, 6 ആണ്. സോ 100 / 50 എന്ന് വെച്ചാൽ 2 × 6 12. സോ 12 വോൾട്ട് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്, സ്റ്റെപ്പ് അപ്പ് അല്ലേ? സോ 12 വോൾട്ട്. അടുത്ത, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് 6 വാൾട്ട് AC ഈസ് റീപ്ലേസ്ഡ് ബൈ 6 വാൾട്ട് DC. ഇവിടെ AC യിലാണ് എന്ത് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. അതിന് പകരം DC കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് മുട്ടയായിരിക്കും. കാരണം ഒരിക്കലും AC അകത്ത് മാത്രമേ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യത്തുള്ളൂ, DC യിൽ വർക്ക് ചെയ്യില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ സംഭവിക്കണമെങ്കിൽ അവിടെ ടൈം വേരിയിങ് ഇലക്ട്രിക് കറണ്ട് വേണം. അതെന്തായാലും എന്താണ്, AC ആണ്. DC ഒരിക്കലും ടൈം വേരിയിങ് അല്ല. അതുകൊണ്ട് ഒരിക്കലും ഔട്ട്പുട്ട് ലഭിക്കില്ല. സെറ്റ്. അടുത്ത ചോദ്യത്തിലൂടെ നടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ദിസ് ഈസ് അവർ ലാസ്റ്റ് ചോദ്യം. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. സോ അത്തരം ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇതിന്റെ ഒരു ലൈറ്റർ വേർഷൻ ആയിരുന്നു നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പ്രോബ്ലം ആയിരുന്നു വർക്കൗട്ട് ചെയ്ത് പഠിച്ചത്. അതിന്റെ കുറച്ചുകൂടി ഹയർ വേർഷനാണ് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചത്. അതുകൊണ്ട് പലരും ഒന്ന് ആടിക്കുഴഞ്ഞ് ചൂളി പോയിട്ടുണ്ടാവും. സോ അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക, എന്താണ് അതിന്റെ കൺസെപ്റ്റ്? കാരണം കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ എപ്പോഴും അതുകൊണ്ടാണ് സ്ട്രെസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചോദ്യങ്ങൾ തന്നെ പരീക്ഷയിൽ വരണമെന്നില്ലടാ, എപ്പോഴും ഉള്ള കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചോദ്യം അതുപോലെ പരീക്ഷയിൽ ചോദിക്കണമെന്നില്ല. കാരണം ഞാനോ എൻ്റെ ആരും അല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ഒരാളും അല്ല. സോ ഒരിക്കലും നമുക്ക് പക്ക ഈ ന്യൂമറിക്കലിൽ ഈ ചോദ്യം ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. മറിച്ച് കൺസെപ്റ്റ് പഠിച്ചാൽ ആ ചോദ്യം ഏത് വിധേന മാറിയും മറിച്ചും ചോദിച്ചാലും നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ സാധിക്കണം. സോ ഇതിന്റെ ലൈറ്റർ വേർഷൻ നിങ്ങൾ ഞാൻ പഠിപ്പിച്ചാണ്. സോ അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായ ഒരു കുട്ടിക്ക് ഈ ഒരു ചോദ്യം ഉറപ്പായും ടാക്കിൾ ചെയ്യാൻ സാധിച്ചേനെ. കൺസെപ്റ്റ് മനസ്സിലാവാതെ അതുപോലെ അതേ വാല്യൂസിൽ ചോദ്യം എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ആകെ പണിപാളിപ്പോൾ. സോ അതൊന്ന് മാറ്റി പിടിച്ചാൽ മതി. നമുക്ക് നോക്കാം എന്താണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്, എന്താണ് നമ്മളെ ഒന്ന് കുഴപ്പിക്കുന്ന കാര്യം എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 5 LED lamps each of 25 volt. സോ 5 LED ലാമ്പ് ഉണ്ട്, ഓരോന്നും 20 വാട്ട് വീതമാണ്. ഓക്കെ, റൈറ്റ്. വർക്ക് ഫോർ 5 hours. 5 മണിക്കൂർ സമയത്തോട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് 1 ലാപ്ടോപ്പ് 50 വാട്ട് ഉണ്ട്, വർക്ക് ഫോർ 2 hours ആണ്. ഓക്കെ, റൈറ്റ്. ഇത്രയും കാര്യം നമുക്ക് ഓക്കെയാണ്. കാൽക്കുലേറ്റ് ദ എനർജി കൺസ്യൂംഡ് ഇൻ 1 month ഇൻ കൊമേഴ്ഷ്യൽ യൂണിറ്റ്. കൊമേഴ്ഷ്യൽ യൂണിറ്റിൽ ഒരു മാസം എത്രത്തോളം എനർജി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് കിലോ വാട്ട് അവർ ആണ്. റൈറ്റ്, വാട്ട് അവർ മീറ്റർ നിങ്ങൾക്ക് അറിയാം. സോ അതിലെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി എന്ന് കിലോ വാട്ട് അവർ തന്നെയാണ്, ഒരു സംശയമില്ല. ആദ്യം നമുക്ക് ഒരു ദിവസത്തിലുള്ള ടോട്ടൽ എനർജി കണ്ടുപിടിച്ചിട്ട് പിന്നെ ഒരു മാസത്തിലുള്ളതിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം എനർജി ഈക്വൽ എന്താണ്, പവർ ഇൻറ്റു ടൈം ഇൻ ഹവേഴ്സ് ഡിവൈഡഡ് ബൈ 1000 ആണ്. സോ ആദ്യം ഒരു ദിവസത്തിൽ എത്രത്തോളം എനർജി കൺസ്യൂം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. സോ 5 LED ബൾബ് ഉണ്ട്, 20 വാട്ട് വീതം 5 മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട്. സോ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം, വേറെ ഒന്നുമില്ല. 5 × 20 എത്രയാണ്, 100. സോ 100 × 5 എത്രയാണ്, 500. ദാറ്റ്സ് ഇറ്റ്. സോ 500 പ്ലസ് അടുത്ത് നെക്സ്റ്റ് വൺ. അടുത്ത് ഇതേപോലെ തന്നെയാണ് 50 വാട്ടിന്റെ ഒരു ബൾബാണ് ഉള്ളത്, ഒരു ലാപ്ടോപ്പാണ് ഉള്ളത്, അത് 2 മണിക്കൂർ പ്രവർത്തിക്കുന്നത്. സോ 50 × 2 എത്രയാണ്, മൾട്ടിപ്ലൈ, പവർ ഇൻറ്റു ടൈം മൾട്ടിപ്ലൈ, വേറെ ഒന്നുമില്ല. സോ 50 × 2 എത്രയാണ്, 100. സോ പ്ലസ് 100 ഡിവൈഡഡ് ബൈ എത്രയാണ്, 1000. അപ്പൊ എത്ര വരും, 600/1000 എന്ന് വരും. ഈക്വൽ ടു 0.6 കിലോ വാട്ട് ഹവർ. സിമ്പിൾ. ഇതാണ് ഒരു ദിവസത്തിൽ
യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത്, ഒരു യൂണിറ്റ്സ് കിലോ വാട്ട് അവറിന് പകരം 0.per ഡേ എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ, അത് മനസ്സിലാക്കുക. സോ കിലോ വാട്ട് അവർ ആണ് എക്സാക്ട്ലി ദ കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇത് ഒരു ദിവസത്തിലാണ്. നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കണം, അഥവാ ഒരു മാസത്തിലാണെങ്കിൽ എന്ത് ചെയ്യും, 0.6 × 30 30 ദിവസം എടുക്കാം. സോ 3×6 സോ 18 കിലോ വാട്ട് അവർ എന്ന് കൊടുക്കാം. ഓർ എൽസ് 18 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ ആക്ച്വലി കിലോ വാട്ട് അവർ എഴുതുന്നതാണ് കുറച്ചുകൂടി പ്രോപ്പർ. സോ മക്കളെ, ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങൾ. സെക്കൻഡ് ചാപ്റ്ററിന് ന്യൂമറിക്കൽസ് ചോദിക്കില്ല. സോ ഞാൻ ഓർഡർലി പോകണം എന്നതുകൊണ്ടാണ് 1, 2, 3 എന്ന രീതിയിൽ എടുത്തിരിക്കുന്നത്. സോ ഇത്രയും ചോദ്യങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കുക. ഈ ചോദ്യം തന്നെ ഡിറ്റോ വരും എന്നല്ല ഞാൻ പറയുന്നത്, ഇതേ മോഡലിലുള്ള ചോദ്യം തന്നെയേ ചോദിക്കത്തുള്ളൂ, അതിനപ്പുറം ചോദിക്കത്തില്ല. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനപ്പുറം അതിലൊന്നും ഔട്ട് ഓഫ് സിലബസ് ചോദിക്കാൻ സാധ്യതയില്ല. ടെക്സ്റ്റ് ബുക്കിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത്. ഇവയെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫോമുലാസും സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ അടുത്തടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് ഞാൻ എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും. അങ്ങനെ തിരിച്ച് ഇമീഡിയറ്റ്ലി വരണമെങ്കിൽ നിങ്ങളുടെ വാലിഡ് കമന്റുകൾ എന്തായാലും കമന്റ് ബോക്സിൽ ഉണ്ടാവണം. പക്കാ ഫിസിക്സിനെ പറ്റിയും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ സീരീസിനെ പറ്റിയും എന്റെ മക്കളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ താഴെ അറിയിക്കണമെന്ന് ഞാൻ വിനീതമായി തന്നെ അഭ്യർത്ഥിക്കുകയാണ്, സുഹൃത്തുക്കളെ അപേക്ഷിക്കുകയാണ്. സോ എല്ലാവരുടെയും കമന്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സോ ഗൈസ്, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.